മോട്ടോർ വാഹന നിയമങ്ങളിൽ പുതിയ ഭേദഗതി വരുത്തിയ കേന്ദ്ര സർക്കാർ. ഒരു വർഷത്തിൽ അഞ്ചോ അതിലധികമോ ഗതാഗത നിയമലംഘനം നടത്തിയാൽ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് വിവരം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ, ഒരു വർഷം 5-ലേറെ തവണ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, അല്ലേ? ഹാഷ്മി കൃഷ്ണ, ഇനി നിരത്തിലൂടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും കുരുക്ക് വീഴും എന്ന് തന്നെയാണ് പുതിയ ഭേദഗതിയിലൂടെ വ്യക്തമാകുന്നത്. ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമങ്ങളിൽ പുതിയ ഭേദഗതി വരുത്തിയിരിക്കുന്നു. ആ ഭേദഗതി ഇങ്ങനെയാണ്: ഒരു വർഷത്തിൽ 5 അതിലധികമോ ഗതാഗത നിയമലംഘനം നടത്തിയാൽ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നാണ് വിവരം. പക്ഷേ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ആദ്യം നടപടികളിലേക്ക്, സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ ഡ്രൈവറുടെ വാദം കേൾക്കും. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വാദമാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല. മറിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വാദമാണ് എന്നുണ്ടെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതിനുള്ള അവസരം, വാദം കേൾക്കുന്നതിനായുള്ള അവസരം ഒരുക്കണം എന്നതാണ് ഈ ഭേദഗതിയിൽ നിഷ്കർഷിക്കുന്നത്. ഒപ്പം തന്നെ RTOയ്ക്കും ജില്ലാ ഗതാഗത ഡിപ്പാർട്ട്മെന്റിനുമായിരിക്കും ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം എന്നും ഈ നിയമം പറയുന്നുണ്ട്. എന്തായാലും ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, ഒപ്പം തന്നെ ഈ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുക, മറികടക്കുക തുടങ്ങിയതെല്ലാം ഈ നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്തായാലും ഈ ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ഹാഷ്മി കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.